CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. 5 ദിവസത്തിനിടെ രണ്ടാം തവണയും ഇന്ധനവില വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികളുടെ ഇരുട്ടടി. പെട്രോളിനും ഡീസലിനുമാണ് വില കൂട്ടിയത്. 5 ദിവസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് വില വർദ്ധിപ്പിക്കുന്നത്. ജീവിത ചെലവ് ഉയർന്നതോടെ ദുരിതത്തിലായി പൊതുജനം. രാജ്യത്തെ തെരുവുനായ പ്രശ്നം പരിഹരിക്കാൻ സുപ്രധാന നിർദ്ദേശങ്ങളുമായി സുപ്രീം കോടതി. സ്കൂളുകൾ, കോളേജുകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിൽ അലഞ്ഞുതിരിയുന്ന തെരുവുനായകളെ അടിയന്തരമായി നീക്കാൻ ഉത്തരവ്. തെരുവുനായ്ക്കൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നവർക്ക് പരിപൂർണ നിയമസംരക്ഷണം നൽകണമെന്നും സുപ്രീം കോടതി. കുന്നംകുളം പാറയമ്പാടത്ത് സ്വകാര്യ ബസ് സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ഇരുവമ്പട്ടി തളി പണിക്ക വീട്ടിൽ 73 വയസ്സുള്ള കുഞ്ഞു മൊയ്തീനാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട ബസ് സമീപത്തെ പറമ്പിലേക്ക് ഇടിച്ചു കയറിയാണ് നിന്നത്. കടങ്ങോട് മില്ല് സെന്ററിൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടയിൽ പടക്കം പൊട്ടി വ്യാപാരിക്ക് പരിക്കേറ്റതായി പരാതി. മില്ല് സെന്ററിൽ മൊബൈൽ ഫോൺ ഷോപ്പ് നടത്തുന്ന കടങ്ങോട് വെളുത്തടത്തിൽ ഷിഹാബിന്റെ കഴുത്തിലാണ് പരിക്ക്. അശ്രദ്ധയോടെ അപകടകരമായ രീതിയിൽ പടക്കം പൊട്ടിച്ചതിന് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട ഷിഹാബ് ഇരുവപ്പെട്ടി പോലീസിൽ പരാതി നൽകി. ഗുരുവായൂർ പൂക്കോട് തണൽ കലാകായിക സാംസ്കാരിക വേദി സംഘടിപ്പിച്ച അഖില കേരള ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ മേളയിൽ ഗ്രഫിൻസ് FC മലപ്പുറം ജേതാക്കളായി. ഫൈനലിൽ 1-3 ഗോളുകൾക്ക് കാളിദാസ് FC എറണാകുളത്തെ തോൽപ്പിച്ചാണ് കിരീട നേട്ടം. കടവല്ലൂർ കല്ലുംപുറത്ത് ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. EMS റോഡിൽ 55 വയസ്സുള്ള എടമന ഉണ്ണിമോൻ എന്ന ശ്രീനിവാസനാണ് മരിച്ചത്. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണ ബോധവൽക്കരണ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. മഞ്ചുളൽ പരിസരത്ത് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. കുന്നംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഹോർമോൺ അനലൈസർ പ്രവർത്തനം ആരംഭിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ സൗജന്യ വൈദ്യുതി പദ്ധതിയിൽ ഉപഭോക്താക്കളുടെ വാർഷിക പൊതുയോഗവും സൗജന്യ വൈദ്യുതി പുതുക്കാനുള്ള രജിസ്ട്രേഷനും നടന്നു. അക്കിക്കാവ് ലെനോസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. കടവല്ലൂർ പഞ്ചായത്ത് മൈതാനിയിൽ 8 ദിവസങ്ങളിലായി നടക്കുന്ന ടൂർണമെന്റിൽ 16 ടീമുകൾ മാറ്റുരയ്ക്കും. ചാലിശ്ശേരി പെരുമണ്ണൂർ യുവതാര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 13ാമത് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കം. നിരന്തരമായി ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന പ്രതികൾക്കെതിരെ കർശനമായ നടപടികളുമായി കുന്നംകുളം പോലീസ്. കോട്ടപ്പടി ഇരിങ്ങപ്പുറം സ്വദേശി മുല്ലക്കാട്ട് വീട്ടിൽ അദീബ്, പെരുമ്പിലാവ് കരിക്കാട് സ്വദേശി തട്ടാരക്കുന്നത്ത് വീട്ടിൽ ഷിഹാബുദ്ദീൻ എന്നിവരെ കാപ്പ നിയമപ്രകാരം തൃശൂർ ജില്ലയിൽ നിന്ന് നാടുകടത്തി. ചളിക്കുളമായി കുന്നംകുളം ടൗൺ ഹാൾ റോഡ്. കാൽനട യാത്രക്കാരും ഇരുചക്രവാഹന യാത്രികരും ദുരിതത്തിൽ. നഗരസഭ ടൗൺ ഹാളിന് മുന്നിലെ ചെറിയ ഇടുങ്ങിയ റോഡ് പൂർണ്ണമായും തകർന്ന് ചളിക്കുളമായി മാറി. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന്റെ ആഹ്ലാദത്തിൽ UDF ഒരുമനിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തരംഗം പരിപാടി സംഘടിപ്പിച്ചു. കടവല്ലൂർ പഞ്ചായത്തിലെ ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് കുന്നംകുളം ഫയർ സ്റ്റേഷന്റെ കീഴിൽ അഗ്നിരക്ഷാ പരിശീലനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് UDF കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് കൂടി കാണാവുന്ന രീതിയിൽ വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുകയും മധുര വിതരണവും നടത്തി. നാടെങ്ങും മുൻ മുഖ്യമന്ത്രി EK നയനാരുടെ 22ാം ചരമവാർഷികം ആചരിച്ചു. തൃശൂർ പേരാമ്പ്രയിൽ കാറിന് പുറകിൽ മറ്റൊരു കാർ ഇടിച്ച അപകടം. ഒരു കാറിന്റെ മുൻവശം തകർന്നു. അപകടത്തിൽ 2 കാറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. പൊതുസ്ഥലത്തിരുന്ന് പരസ്യമായി മദ്യപിച്ചതിനും നിയമവിരുദ്ധമായി കഞ്ചാവ് കൈവശം വെച്ചതിനും 2 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കരിക്കാട് സ്വദേശികളായ കണ്ണാടി വളപ്പിൽ വീട്ടിൽ സുധീഷ്, ഏഴിക്കോട് വീട്ടിൽ പ്രസാദ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ഇവരോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 2 പേർ പോലീസിനെ കണ്ട് സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സ് അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപിക P. ചിത്ര ഉദ്ഘാടനം ചെയ്തു. കൊടുമ്പ് വനസംരക്ഷണ സമിതിയുടെ വാർഷിക പൊതുയോഗം ഇരുവപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൊടുമ്പിൽ മുരളി ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക.
തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.